ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ഈ ഒരു 2026 എല്ലാവരുടെയും ഒരു ഡ്രീം കം ട്രൂ ഇയറായി മാറട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ CSIR നെറ്റ് ഫിസിക്സിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും 35-45 മാർക്കിൽ നിന്നും മുകളിലേക്ക് നമ്മൾ പുരോഗമനം വരാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ കുട്ടികളുമുണ്ട്, പിന്നെ പുറത്ത് ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. എന്തുകൊണ്ടാണ് നിങ്ങൾ 35-45 മാർക്കിൽ സ്റ്റക്കായി പോകുന്നത്, അതിനപ്പുറത്തേക്ക് കട്ട് ഓഫിൻ്റെ റേഞ്ചിലേക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് വരാത്തത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു കാര്യമാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വർഷം ഈ ഒരു പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, സമയം ഒട്ടും കളയുന്നില്ല, നന്നായിട്ട് നിങ്ങൾ പഠിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും എത്ര എക്സാം എഴുതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ 45 മാർക്കിന് മുകളിലോട്ട് നിങ്ങൾ കയറുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വല്ല ശാപമാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. യു ആർ സ്റ്റഡിങ് ഹാർഡ് ബട്ട് നിങ്ങൾ യു ആർ നോട്ട് ഗ്രോയിങ് ബിയോണ്ട് 45 മാർക്സ്. ഇത് നിങ്ങളുടെ അറിവില്ലായ്മയുടെ കുഴപ്പമല്ല. നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾക്ക് ഫിസിക്സ് അറിയാം, പക്ഷേ അത് അറിവ് ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നമാണ് സംഭവിക്കുന്നത്. ഓക്കെ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദിസ് ഈസ് നോട്ട് ലേസിനെസ്. നിങ്ങളുടെ മടി കാരണമോ അങ്ങനെ ബാക്കി പുറമേ ഉള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ജഡ്ജ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മടി കാരണമായിരിക്കാം, നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ പലർക്കും പലതും ജഡ്ജ് ചെയ്യാം. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ ഫാക്ട്. ഓക്കെ. നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അക്ഷരശ നിങ്ങൾ അനുസരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. കാരണം ഇതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് തന്നെ സംശയമാണ്, അല്ലേ? നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് സംശയമാണ്, പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയമാണ്, എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഇതിൽ നിന്നൊരു മോചനമില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കും ഇതിൽ നിന്ന് മോചനമില്ല, ഞാനിതുകൊണ്ട് പരിപാടി നിർത്തിക്കളയാം എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അതാണ് ഏറ്റവും ഡേഞ്ചറസ് ഫേസ് എന്ന് പറയുന്നത്. നമ്മളെ ഈ 45 മാർക്കിൽ ഇങ്ങനെ കുരുക്കിയിട്ട് നമ്മളെ ഭാവിയുടെ പ്രതീക്ഷയില്ലെന്നാക്കി കളയുന്ന ഒരു സെറ്റപ്പാണത്. ആ ഒരു സെറ്റപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. ദിസ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഫേസ്. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒത്തിരി ചെയ്യുന്നുണ്ടെങ്കിലും യുവർ പ്രോഗ്രസ് ഈസ് സീറോ. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് യുവർ പ്രോഗ്രസ് ഈസ് ഗെറ്റിംഗ് നള്ളിഫൈഡ്, യുവർ ഹാർഡ് വർക്ക് ഈസ് ഗെറ്റിംഗ് നള്ളിഫൈഡ്. ആ ഒരു ഫേസിൽ നിന്ന് നമുക്ക് പുറത്തു വന്നേ മതിയാവൂ. ഓക്കെ. ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഓക്കെ, ഞാനിവിടെ ഒന്ന് കമ്പയർ ചെയ്തിരിക്കുകയാണ് വാട്ട് യു ഡു ആൻഡ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്, അല്ലേ? നിങ്ങൾ ഇഷ്ടം പോലെ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്, ബട്ട് യു ആർ നോട്ട് റെക്കഗ്നൈസിങ് ദ പാറ്റേൺ. നിങ്ങൾ ആ പ്രോബ്ലത്തിൻ്റെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് തരുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പ്രോബ്ലം ഒരു ഭാഗത്തു നിന്നും എങ്ങനെയാണ് പ്രോബ്ലം കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളൊരു പാറ്റേൺ നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല. പിന്നെ യു ആർ റീഡിങ് മെനി മോഡ്യൂൾസ്, തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്ലാസിക്കൽ, ക്വാണ്ടം, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എല്ലാം നിങ്ങൾ വായിക്കുന്നുണ്ട്. ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്? യു ആർ നോട്ട് ഹാവിങ് എ സ്കോറിംഗ് ഡെപ്ത്. ആഴത്തിലുള്ള അറിവ് നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾ എല്ലാം വായിക്കുന്നുണ്ട്, തരുന്ന സാധനങ്ങളെല്ലാം അല്ലെങ്കിൽ സിലബസ് തന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം വായിക്കുന്നുണ്ട്, ബട്ട് യു ആർ നോട്ട് ഹാവിങ് എ സ്കോറിംഗ് ഡെപ്ത്. ദെൻ യു ആർ റിവൈസിങ് നോട്ട്സ്, ബട്ട് എക്സാമിൻ്റെ സമയത്ത് ഇത് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഇത് ഉപകരിക്കുന്നില്ല. മറ്റേ മഹാഭാരതത്തിലെ കർണൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അതാണ് പറയുന്നത്, യു ആർ ബിസി ബട്ട് യു ആർ നോട്ട് സ്ട്രാറ്റജിക്. നിങ്ങൾ ആൾക്കാർ നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ 24 മണിക്കൂറും പഠിക്കുന്നുണ്ട്, പക്ഷേ യു ആർ നോട്ട് സ്ട്രാറ്റജിക്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പഠനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറാണ് അതിന് ഏറ്റവും നല്ല സ്ഥലം. ഓക്കെ. അപ്പോൾ നിങ്ങൾ പഠിക്കുകയും ചെയ്യും. അപ്പോൾ ആ ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ, ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കാൻ, പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ന്യൂ ഇയർ ഓഫറോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
അപ്പം നിങ്ങൾക്ക് ഈ ഒരൊറ്റ അഡ്മിഷൻ വഴി നിങ്ങൾക്ക് ജൂണിലെ എക്സാമിലേക്കും ഡിസംബറിലെ എക്സാമിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ഇപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ ജൂണിലെ എക്സാം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഡിസംബറിലേക്കും ഈ കോഴ്സ് ഫ്രീ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ജൂണിൽ തന്നെ കിട്ടുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ യുവർ ഹയർ സ്റ്റഡീസ്. അപ്പോൾ അതാണ് നമ്മുടെ പുതിയ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമ്മുടെ JRF വിക്ടറി ബാച്ച് ആരംഭിച്ചിരിക്കുന്നു. സോ ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സമയം കളയാതെ തന്നെ നിങ്ങൾക്കൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പഠനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് JRFോടുകൂടി ഒരു വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആകണമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ജോയിൻ ചെയ്യുക. നമ്മുടെ ബാച്ച് ആരംഭിച്ചിരിക്കുന്നു. ഒട്ടും താമസിക്കരുത്. നമുക്ക് ആദ്യമേ തന്നെ ഏറ്റവും ബേസ് മുതൽ പഠിച്ചു തുടങ്ങേണ്ടതാണ്. സോ അതുകൊണ്ട് താമസിയാതെ തന്നെ നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ദെൻ ഇപ്പം നോക്കിയേ, ഇതെന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രോബ്ലം. സോ യു ആർ പ്രിപ്പയറിംഗ് ഹോറിസോണ്ടലി നോട്ട് വെർട്ടിക്കലി. ഇപ്പം ഞാനിവിടെ ഹോറിസോണ്ടലും വെർട്ടിക്കലും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹോറിസോണ്ടൽ പ്രിപ്പറേഷൻ, യു ആർ ടച്ചിങ് മെനി ടോപ്പിക്സ്. നിങ്ങൾ പല കാര്യങ്ങളിലും വ്യഗ്രതരാണ്. നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് കുറച്ച് പഠിക്കും, ക്ലാസിക്കലിൽ നിന്ന് കുറച്ച് പഠിക്കും, മാത്തമാറ്റിക്കലിൽ നിന്ന് കുറച്ച് പഠിക്കും, ആ ടോപ്പിക്കിൽ നിന്ന് പഠിക്കും, ഇലക്ട്രോണിക്സ് കുറച്ച് പഠിക്കും, എല്ലാം അവിയൽ കണക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ബട്ട് യു ആർ നോട്ട് പ്രിപ്പയറിംഗ് വെർട്ടിക്കലി, യു ആർ നോട്ട് മാസ്റ്ററിംഗ് എക്സാം ഫേവറേറ്റ് ടോപ്പിക്സ്. ഈ എക്സാമിന് ഏതാണ് ചോദിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ എക്സാമിന് വേണ്ടുന്ന സാധനങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്, CSIR നെറ്റ് ഡസിൻ റിവാർഡ് കവറേജ്, ഇറ്റ് റിവാർഡ്സ് പ്രിസിഷൻ. നിങ്ങൾ തന്നിരിക്കുന്ന എല്ലാ വാക്കുകളും, സിലബസ് തന്നിരിക്കുന്ന എല്ലാ വാക്കുകളും നിങ്ങൾ മുഴുവൻ പഠിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്ര ആഴത്തിൽ പഠിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ വിജയം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ എല്ലാം പഠിച്ചു തീർത്തു, ഞാൻ സിലബസ് 100% കവർ ചെയ്തു, ഒരു ഉപകാരവുമില്ല. സിലബസിൽ കൂടുതൽ ചോദിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ അതിനാണ് ഇപ്പം ഞാൻ ഈ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഇത്രയായി. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക, നിങ്ങൾ ഏതൊക്കെ കൂടുതൽ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലാതെ തന്നിരിക്കുന്ന സിലബസ് മുഴുവൻ നിങ്ങളെ പഠിപ്പിക്കുക, എല്ലാം കൂടി നമ്മുടെ തലയിലോട്ട് കയറ്റുക എന്ന് പറയുന്നത് ഒന്നും മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതാണ് നമ്മുടെ കോഴ്സിലുള്ളത്. ഓക്കെ, സോ നിങ്ങൾ പഠിക്കേണ്ടതും അങ്ങനെയാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, എക്സാമിന് വേണ്ടത് എന്താണോ അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പഠിക്കണം, എങ്കിലേ കാര്യമുള്ളൂ. സോ അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഈ 35-45 മാർക്കിൽ സ്റ്റക്കായി കിടക്കുന്നവർക്ക് മിസ്സിംഗ് ആയിട്ടുള്ള 3 സ്കില്ലുകളാണിത്. ഒന്ന്, ക്വസ്റ്റ്യൻ ക്ലാസിഫിക്കേഷൻ സ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഇന്ന ഭാഗത്തു നിന്നും ഇന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് തിരിച്ചറിയാനുള്ളൊരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്കില്ല. ആ സ്കില്ല് ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങളത് വളർത്തിയെടുക്കുന്നില്ല. ദെൻ സെക്കൻഡ് വൺ, ഓപ്ഷൻ എലിമിനേഷൻ ലോജിക്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ചോദ്യത്തിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താനാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ തിരിച്ചൊരു കാര്യം കൂടെ ഉണ്ട്, ഉത്തരത്തിൽ നിന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല, മനഃപൂർവ്വമോ അല്ലാതെയോ നമ്മളത് ചെയ്യുന്നില്ല. പിന്നെ മൂന്നാമത്, ടൈം റിസ്ക് ജഡ്ജ്മെൻറ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും റിസ്കി ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഏറ്റവും പ്രൈമായിട്ടുള്ള ടോപ്പിക്കുകളിൽ നിങ്ങൾ സമയം ചെലവഴിക്കുന്നില്ല. ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത ടോപ്പിക്കുകൾ പഠിച്ച് നമ്മൾ സമയം കളയുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ ആ ഒരു 3 സ്കില്ല് വളർത്തിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. അത് വളർത്തിയെടുക്കാൻ നമ്മുടെ കോച്ചിങ് ഏറ്റവും നല്ല മരുന്നാണ്. ദെൻ ദീസ് ആർ ദി എക്സാം സ്കിൽസ്, നോട്ട് ടെക്സ്റ്റ് ബുക്ക് സ്കിൽസ്. നിങ്ങൾക്കിത് പുസ്തകം വായിച്ചാലോ ബാലരമ, കളിക്കുടുക്ക മുതലായ വാരികകൾ വായിച്ചാലോ കിട്ടുന്ന സാധനമല്ല. നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ സഹായത്തോടെ നിങ്ങൾ വളർത്തിയെടുക്കേണ്ട സ്കില്ലുകളാണ്. ഓക്കെ, സോ ദ ടേണിംഗ് പോയിന്റ് സ്ട്രാറ്റജി. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, 5-6 ടോപ്പിക്കുകൾ തിരഞ്ഞെടുക്കുക. കോർ ഫിസിക്സ് പ്ലസ് ബാക്കി കുറച്ച് ന്യൂക്ലിയർ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളും കൂടി തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന എക്സാം മുതൽ പുറകോട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക. ഒരു ടോപ്പിക് എടുക്കുക, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുഴുവൻ നിങ്ങൾ അനലൈസ് ചെയ്യുക. അത് സോൾവ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, അത് അനലൈസ് ചെയ്യാനാണ്. അപ്പോൾ അത് അനലൈസ് ചെയ്യുക. അത് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലെത്തുക. ഇന്ന ഭാഗത്ത് നിന്ന് ഇന്ന ചോദ്യങ്ങൾ,
ഇന്ന ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവും, ഒരു വെളിപാട് നിങ്ങൾക്കുണ്ടാവും. സോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലാതെ വെറുതെ കാടടച്ച് പഠിച്ചിട്ടോ മുഴുവൻ അരച്ച് കലക്കി കുടിച്ച് പഠിച്ചിട്ടോ ഒരു കാര്യമില്ല. ഈ പഠിക്കുന്നതൊക്കെ നമുക്ക് എക്സാമിന് ഉപകാരപ്പെടാതെ പോകും. അതുകൊണ്ട് ആ പാറ്റേൺ അനുസരിച്ച്, ആ ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പഠിക്കുന്നതിലൂടെ കൂടുതൽ എഫക്റ്റീവായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, മാർക്സ് ഇൻക്രീസ് വെൻ യുവർ മിസ്റ്റേക്സ് ഡിക്രീസ്. അപ്പോൾ നിങ്ങൾ ഈ പഠിക്കുന്ന കൂടെ നിങ്ങളൊരു മിസ്റ്റേക്ക് നോട്ട്ബുക്കും കൂടെ ഒന്ന് കീപ്പ് ചെയ്യുക. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ ഒന്ന് കുറിച്ച് വെക്കുക. അപ്പോൾ ആ മണ്ടത്തരങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ മണ്ടത്തരങ്ങളെ ഇടയ്ക്ക് റിവൈസ് ചെയ്യുന്നതും നല്ലതാണ്. സോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, സ്റ്റഡിയിങ് മോർ വിൽ നോട്ട് മൂവ് യു ഔട്ട് ഓഫ് 35-45, ബട്ട് സ്റ്റഡിയിങ് ഡിഫറൻ്റ്ലി വിൽ. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ പഠിച്ചു കളയാം, ഇനി ഞാനിത് കൂടുതൽ എന്ത് പഠിക്കാനാ എന്നൊക്കെ ആയിരിക്കും പലരും ചോദിക്കുന്നത് അല്ലേ. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യും? ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ മോഡൊന്ന് മാറ്റി പിടിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഡിഫറൻ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഡിഫറൻ്റായിട്ട് പഠിക്കേണ്ടത് മുമ്പേ പറഞ്ഞ പോലെയാണ്. അപ്പോൾ നിങ്ങൾ പുറകോട്ട് പഠിക്കുക. മനസ്സിലായോ? ഡിസംബർ 18 നടന്ന എക്സാമിൻ്റെ ആ ഒരു അനാലിസിസ് മുതൽ പുറകോട്ട് പഠിക്കുക. ആ ഒരു രീതിയിലാണ് നമ്മുടെ കോഴ്സും നമ്മുടെ ക്ലാസ്സുകളും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓരോ തവണയും വരുന്ന ക്വസ്റ്റ്യനും അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് എത്ര പിള്ളേരാണെന്നറിയാം നമ്മളെ വിളിച്ച് പറഞ്ഞു, സാർ ജയിപ്പിച്ച അതേ മോഡലിലുള്ള അതേ ക്വസ്റ്റ്യൻ ജയിപ്പിച്ചാൽ ഞാൻ ജയിലിൽ പോകും, കാരണം ഞാൻ ക്വസ്റ്റ്യൻ ചോർത്തിയെടുത്തു എന്നുള്ള പരാതിയാവും. അതുകൊണ്ട് അതേ മോഡലുള്ള എത്ര ക്വസ്റ്റ്യനാണ് വന്നതെന്നറിയാമോ? പാർട്ട് സിയിലൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഓരോ പോർഷനിൽ നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. കാരണം പണി തുടങ്ങിയിട്ട് ഇത്ര ആയതുകൊണ്ട് നമുക്കിതിൻ്റെ കാര്യങ്ങൾ ട്രെൻഡ് പിടികിട്ടും. സോ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള പഠനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ CC ആണ് ഏറ്റവും നല്ല സ്ഥലം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. നമ്മുടെ ആ ഒരു മോഡ് അനുസരിച്ച്, ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു പാറ്റേൺ സ്ട്രിക്ട്ലി ഒന്ന് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ JRF ഉറപ്പാണ്. സോ അപ്പം നിങ്ങൾ പോസ്, റീസെറ്റ് ആൻഡ് റീബിൽഡ്. സോ നിങ്ങൾ റാൻഡമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് പഠിക്കുന്ന പരിപാടി ഒരാഴ്ചത്തേനൊന്ന് ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങളൊന്ന് ഡയഗ്നോസ് ചെയ്യുക. എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്? ദെൻ യു ഫോളോ എ സ്ട്രക്ചേർഡ് പ്ലാൻ. ആ ഒരു പ്ലാനിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പഠനം, എന്തൊക്കെയാണ് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ജനുവരി 8-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു വെബിനാർ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. ആ വെബിനാറിൽ ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. അപ്പോൾ ആ വെബിനാറിന് നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കാനും അടുത്ത നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തായിരിക്കണമെന്ന് മനസ്സിലാക്കാനും, അത് ഫ്രഷേഴ്സ് ആയിക്കോട്ടെ റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു മോഡ് ഓഫ് പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഒന്ന് സ്ട്രക്ചർ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, നമുക്ക് സംവദിക്കാം ആ വെബിനാറിൽ. സോ നിങ്ങളെല്ലാവരെയും ഞാൻ ആ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വെബിനാറിൻ്റെ രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ വെബിനാറിൽ കണ്ടുമുട്ടാം. അപ്പോൾ ആ സ്ട്രാറ്റജി നമുക്ക് കൂടുതലായിട്ട് ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബെൽ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ നെറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വി വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.